ക്യാമ്പിനകത്ത് ഏതാണ്ട് 130 ആളുകളുണ്ടായിരുന്നു. ആ ക്യാമ്പിനകത്ത് പലരും ഈ കാലാവസ്ഥയിലൊക്കെ മാറ്റം വന്നതുകൊണ്ട് അവർ വീടുകളിലേക്ക് തിരിച്ചു പോകണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് പോകണം ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. അവിടെ അവർ നിൽക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഏതാനും ഫാമിലി കുടുംബങ്ങൾ അവർക്ക് പോകുന്നതിൽ പ്രയാസം പറഞ്ഞിട്ടുണ്ട്. ആ പ്രയാസം വരുന്ന കുടുംബങ്ങൾക്ക് അവർക്ക് വേണമെങ്കിൽ ക്യാമ്പ് തുടരാം, അതല്ലെങ്കിൽ അവർക്ക് റെൻറ്റഡ് ഹൗസ് വാടക വീട് അവർക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർക്ക് വാടകയ്ക്ക് വീടെടുക്കാം. നിലവിൽ ഈ മൺസൂൺ കഴിയുന്നത് വരെ അവർക്ക് വീടുകളിൽ വാടക വീടിൽ തുടരുന്ന സാഹചര്യമുണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള ഏതാണ്ട് 12ഓളം വീടുകൾ ഇവിടെ ഉണ്ട്. അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൺസൂൺ കഴിയുന്നത് വരെ അവർക്ക് വാടക വീട്ടിൽ കഴിയുന്നതിനുള്ള എല്ലാ സൗകര്യവും ഗവൺമെൻറ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഭാഗങ്ങൾ താഴെ ഭാഗത്ത് 4-5 വീടുകളുണ്ട്. അവരോടും അവിടുത്തെ ഇതിന് തൊട്ട് നിൽക്കുന്ന സമയമാണ് ഡേഞ്ചർ സോണിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് മൺസൂൺ കഴിയുന്നത് വരെ വാടക വീട്ടിൽ താമസിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരതിനോട് സഹകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിർബന്ധമായിട്ട് മാറണം എന്നുള്ള രീതി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന കുടുംബങ്ങളെ മുഴുവൻ മാറ്റി പാർപ്പിക്കാനുള്ള അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഫ്രീഡം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്കത് എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം. ക്യാമ്പിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഇതുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ അല്ല, അങ്ങനെ ഒരു പറയത്തക്ക ഒരു അസ്വാരസ്യം നമ്മുടെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾ 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ എല്ലാ സമയവും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ 130 പേര് 140 പേര് ഒരുമിച്ച് താമസിക്കുമ്പോൾ ഒറ്റപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽ വന്നപ്പോൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ക്ലൈമറ്റ് മാറി തുടർച്ചയായി മഴ വരികയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ വീണ്ടും ക്യാമ്പിലേക്കും വാടക വീട്ടിലേക്കും പോകേണ്ടി വരും, മാറ്റി താമസിപ്പിക്കും എന്നുള്ള കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ റാണ എന്ന് പറയുന്ന പുള്ളി അദ്ദേഹത്തിന്റെ വിഷ്വലൊക്കെ പരിശോധിച്ചല്ലോ ആ സമയത്ത്. ഇപ്പൊ ഏത് ഭാഗത്തേക്കാണ് നമ്മളുടെ ഒരു അനുമാനം അനുസരിച്ചിട്ട് നമ്മൾ അതാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അവസാനമുള്ള 2 മണിക്കൂർ നേരം കൂടി ഞങ്ങൾ നോക്കുന്നത്. അദ്ദേഹം ഓടിയിട്ട് മുന്നോട്ട് പോയിട്ടില്ല, അവിടെ വീണു എന്നുള്ളതാണ് NDRFന്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ അവിടെ ഇനി കുറച്ച് ഭാഗം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങളോട് അപ്രാസമില്ല. അപ്പോൾ അതിനകത്ത് വരുന്നൊരു കാര്യം, ഇപ്പോൾ ഞങ്ങൾ 2 മണിക്കൂർ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യണം. ആ ഏരിയയും കൂടി കഴിഞ്ഞിട്ട് ഇനി തുറക്കുള്ളൂ. അപ്പോൾ അവർ NDRF ആവശ്യപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടത് 2 മണിക്കൂറും കൂടി അവർക്കൊരു ഫ്രീ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു അസൗകര്യമാണെങ്കിൽ പോലും ജനങ്ങൾ സഹകരിച്ചേ പറ്റുള്ളൂ. 2 മണിക്കൂർ ഇനി 6:30-ക്ക് ശേഷം നമ്മളോട് ട്രാഫിക് ഓപ്പൺ ചെയ്യുകയുള്ളൂ. അപ്പോൾ സന്ദർശനം എന്നായിരിക്കും? അല്ല, അവർ എത്രയും പെട്ടെന്ന് വരേണ്ടതാണല്ലോ. അവർക്കൊരു വലിയ ഉത്തരവാദിത്വം, ഒരു ദുരന്തം നടന്നിട്ട് അവർ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അവർ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവർ മറ്റെന്തെങ്കിലും സ്റ്റഡി നടത്തിയതിന് ശേഷമാണോ വരുന്നത്, അതോ ഇവിടെ വന്നതിന് ശേഷം ഇത് കണ്ടതിന് ശേഷമാണോ സ്റ്റഡി നടത്തേണ്ടതെന്നും അതിനെക്കുറിച്ച് നമുക്ക് ധാരണയില്ലല്ലോ. സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർക്കേ അറിയുള്ളൂ. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും അല്ലേ? കഴിയുന്നത്ര നേരത്തെ നന്നായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം. സമിതി മാത്രമല്ല, ഈ മണ്ണ് പരിശോധിക്കാനായി വേറൊരു വിദഗ്ധ സമിതിയെ കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അവർക്ക് 2 ദിവസത്തിനകം ഈ റിപ്പോർട്ട് അതിനകത്ത് വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നീക്കം ചെയ്ത വലതുഭാഗത്തുള്ള മണ്ണ് നമുക്കറിയാം ഒരു മല പോലെ കൂട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 2 അഭിപ്രായങ്ങൾ വന്നു. ഒന്ന്, ഉടൻ തന്നെ മണ്ണ് നീക്കണം. മറ്റൊന്ന്, ഇപ്പോൾ മണ്ണ് നീക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സീസണിൽ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. കാരണം മണ്ണ് നീക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും, അത്രയധികം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഈ 2 അഭിപ്രായം വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് അതിനകത്ത് മണ്ണ് നീക്കണോ നീക്കേണ്ടതുള്ള തീരുമാനത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അഡ്വൈസ് വേണം എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു കമ്മിറ്റിയെ വെച്ച് അത് എത്രയും പെട്ടെന്ന് അവർ അതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾക്ക് തരും.